കാലവർഷക്കാലത്ത് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ വലിയ മഴയാണ് അനുഭവപ്പെട്ടത്. എന്നാൽ അതിനുശേഷം നദികളിലെ എക്കൽ ആര് നീക്കുമെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു കൃത്യമായ ഉത്തരമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ കഴിയുന്ന വിവരം. ഇതിൻ്റെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നദികളിൽ മറ്റും കാര്യമായി തന്നെ എക്കൽ അടിഞ്ഞു കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. സംസ്ഥാനത്തെ വെള്ളപ്പൊക്ക പ്രതിരോധ നടപടികളുടെ ഭാഗമായി ജലവിഭവ വകുപ്പിൻ്റെയും ഒപ്പം KSEBയുടെയും ഉടമസ്ഥതയിലുള്ള ചെറു ഡാമുകളിൽ എക്കൽ നീക്കൽ ആരംഭിച്ചെങ്കിലും അത് വകുപ്പുകൾ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമായില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വിവരം. വലിയ ഡാമുകളിലും നദികളിലും എക്കലും മണ്ണും നീക്കുന്നത് വിശദമായിട്ടുള്ള പഠനത്തിന് ശേഷം ശാസ്ത്രീയമായി നടത്തണമെന്നുള്ളതാണ് ഇതേക്കുറിച്ച് പഠിച്ച IIT സംഘം മുഖ്യമന്ത്രിക്ക് നൽകിയ ശുപാർശ. പക്ഷേ 3 ആഴ്ച മുൻപ് ഈ വെള്ളപ്പൊക്കം രൂക്ഷമായപ്പോൾ വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചെങ്കിലും പ്രാഥമിക യോഗം മാത്രമാണ് ചേർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ജലവിഭവ വകുപ്പിൻ്റെ 6 ഡാമുകളിലാണ് എക്കൽ നീക്കം വിവിധ ഘട്ടങ്ങളിലായിട്ട് കൂടിയുള്ളത്. ചുള്ളിയാറിൽ എക്കൽ നീക്കം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കരാർ നൽകിയെങ്കിലും വാളയാറിലും മീങ്കരയിലും എക്കൽ നീക്കാൻ തുടങ്ങിയെങ്കിലും കരാർ വ്യവസ്ഥകളിൽ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് കെംഡൽ ഇത്തരത്തിൽ സർക്കാരിനെ സമീപിച്ചതിനാൽ വിഷയം ഹൈലെവൽ എംപേർഡ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് എന്നുള്ളതാണ്. മംഗലം ഡാമിലെ എക്കൽ നീക്കത്തിനെതിരെ കേസുകളുള്ളതിനാൽ ജോലികൾ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കാഞ്ഞിരപ്പുഴയിലും മലമ്പുഴയിലും പഠനം ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നതുകൂടി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഡാമുകളിലെ എക്കൽ നീക്കം അത് കൃത്യമായി തന്നെ പരിഹരിക്കാൻ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ പഠനങ്ങൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളൂ. ഡാമുകളിലെ എക്കൽ നീക്കം സംബന്ധിച്ചുള്ള വാർത്തകൾ അങ്ങനെയാണെങ്കിൽ എൽനിനോ പ്രതിഭാസം നവംബർ ഡിസംബറോടുകൂടി വീണ്ടും ശക്തിപ്പെടുമെന്നും അതോടൊപ്പം മുൻകാലങ്ങളെക്കാൾ രൂക്ഷമായേക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്യുകയാണ്. പസഫിക് സമുദ്രത്തിലെ താപനില അസാധാരണമായി ഉയരുമെന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അടക്കം വിലയിരുത്തൽ. മാത്രമല്ല ഇത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ചൂടെത്തിക്കുകയും ചെയ്യും. സാധാരണ 100 മുതൽ 150 മീറ്റർ ആഴത്തിലേക്ക് എന്നുള്ളത് മാറി 200 മുതൽ 250 മീറ്റർ ആഴം വരെ ചൂടാകാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. കടൽ ചൂടിൻ്റെ സംഭരണിയാകുമ്പോൾ ആ ചൂട് വായുവിലൂടെ അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കുകയും ചെയ്യും. ഒപ്പം കടലിലെ നീരാവി രൂപവൽക്കരണം അത് വളരെ ശക്തമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഇത് മേഘരൂപവൽക്കരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിതീവ്ര മഴ വരെ പെയ്യിപ്പിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ ചൂടും ഈ മേഘങ്ങളിൽ നിന്ന് പടരുകയും ചെയ്യും. ഇതോടുകൂടി ഭൂമിയിൽ ഉഷ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മഴ, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്ന ലഘു മേഘവിസ്ഫോടനം അടക്കമുള്ള സാഹചര്യങ്ങളിലൂടെയാണ് മലയാളി കടന്നുപോവുകയും ചെയ്യുന്നത്. ഏതായാലും ചൂട് അസാധാരണ വിധമാകുമ്പോൾ സ്വാഭാവികമായും മഴ പെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ മഴ കുറച്ച് രൂക്ഷമായി കഴിഞ്ഞാൽ അത് സാധാരണ ജനങ്ങളെ വല്ലാതെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് നിന്ന് പത്മകുമാറിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.